ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആരും സെക്കൻഡ് ക്വാളിറ്റി ആയി. ഒരു പെണ്ണിന് പിന്നെ എല്ലാവരും വേറെ കണ്ണോടെ അവളെ നോക്കുള്ളൂ. അവളെ വില പോയി. ആണാണ് അവൻ്റെയും വില പോയി. രണ്ടാം കല്യാണമായിരുന്നു. നമ്മളെപ്പോഴും പറയും ഏറ്റവും സുന്ദരം കേരളം എന്നൊക്കെ. ചുമ്മാ അന്യ ലോകം കാണാത്തവർ പറയുന്നത്. ഇവിടെ സുന്ദരമാണെങ്കിലും വികൃതമാണ്. സാധനം പോയി കണ്ടത് തുടരും. ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ ഇഷ്ടമാണ്. അദ്ദേഹം ചില പടമൊക്കെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അത് അഭിനയിക്കേണ്ടായിരുന്നു തോന്നുന്നു ചില റോളുകളിൽ. എല്ലാ കാര്യത്തിനും ദൈവം ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടോ അച്ഛാ? ഇപ്പോഴിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ ഒരു കുട്ടിക്കാലത്ത് ഒരിക്കലും ഓർത്തിരുന്നതല്ല. നമ്മൾ ഇത്തരമൊന്നും ഒരു പോപ്പുലറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആകുമെന്നോ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അങ്ങനെ വളച്ചൊടിക്കുന്നു പല പ്രാവശ്യം. അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. 10 പേര് പറയുമ്പം 10 ലക്ഷം പേര് കാണും. നമുക്ക് കൂട്ട് ആ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു ബലമാണ്. അത് ആളുകളുടെ ഇടയിൽ ഒരു തെറ്റായ മനോഭാവം അല്ലേ? അല്ല, അത് കെട്ടുന്ന പുരുഷനെ തോന്നല. അയാൾ നമ്മൾ പറയണം, ശ്രദ്ധിച്ച് പറയണം. ചിലയിടത്തിൽ പറഞ്ഞാൽ അത് പറഞ്ഞോട്ടെ, അതിൻ്റെ ബാക്കി കേൾക്കേണ്ടവർ കേട്ടിട്ട് തീരുമാനിച്ചോട്ടെ. ആ ധൈര്യം ഉണ്ടെങ്കിലേ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ചിരിയച്ഛനാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ. വെൽക്കം അച്ഛാ. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അച്ഛൻ്റെ സ്പീച്ചസ് കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു തവണ ഇൻ്റർവ്യൂ എടുക്കണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നലെ നൈറ്റ് ഇതേപോലെ വന്ന് പറഞ്ഞു അച്ഛൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും എല്ലാ കാര്യത്തിനും ദൈവം ഒരു സമയം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടോ അച്ഛാ? തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നടക്കാൻ അതിൻ്റേതായൊരു സമയമുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് നടക്കും. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണല്ലോ, ഓരോന്നിനും അതിൻ്റേതായ ഒരു സമയം. നമ്മൾ ബുദ്ധിമുട്ടുന്നത് നമ്മൾ ഓർക്കുന്ന സമയത്ത് ചില കാര്യം നടക്കാതെ വരുമ്പോഴാണ്. അതെ, അത് നടക്കേണ്ട സമയത്ത് നടക്കും. അച്ഛൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ ഘട്ടങ്ങളും ഇതുപോലെ പ്ലാൻ ചെയ്ത് നടന്നതാണോ, അതോ ദൈവമായിട്ട് സമയാസമയം അതങ്ങ് നടത്തി തന്നിട്ടുള്ള കാര്യങ്ങളാണോ? അത് സമയാസമയങ്ങളിൽ അങ്ങ് വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഒരു സഫാരി ചാനലുണ്ട്. അതിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോകുന്നതിനെക്കുറിച്ചൊരു 15 എപ്പിസോഡ് അവരതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു കൊച്ചി ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. പിന്നെ നമ്മൾ കിട്ടിയ അവസരങ്ങളോട് നമ്മൾ സഹകരിച്ചു. അതെ, ആ സഹകരണം നമ്മളെ വളർത്തിക്കൊണ്ടിരുമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ വരാനുള്ളൊരു വേദന ഉണ്ടെന്ന് ആരും പ്ലാൻ ചെയ്തതല്ലല്ലോ. അതെ, അങ്ങനെ ആയിട്ട് ഒരു നിമിത്തം പോലെ വന്നു എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അച്ഛൻ ഒരിക്കലും അച്ഛൻ്റെ ജീവിതത്തിൽ നടക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നമ്മൾ മനസ്സിൽ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അങ്ങനെ വന്നു ചേർന്നൊരു സംഭവം എന്താ വെച്ചാൽ? അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന് പറയാൻ പറ്റുമല്ല. പക്ഷേ ഇത് ഇപ്പോഴിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ ഒരു കുട്ടിക്കാലത്ത് ഒരിക്കലും ഓർത്തിരുന്നതല്ല. നമ്മൾ ഇത്തരമൊന്നും ഒരു പോപ്പുലറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആകുമെന്നോ ഇത്തിരി ഒരു ജനസ്വീകാര്യത വരുമെന്നൊന്നും നമ്മൾ പഠിക്കുന്ന കാലങ്ങളിൽ നമ്മളത് ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതിങ്ങനെ കാലത്തിൻ്റെ ഒഴുക്കിൽ അങ്ങനെ എത്തിച്ചേർന്നു. അപ്പം തിരിഞ്ഞു നോക്കുമ്പം ഇതെങ്ങനെയൊക്കെ സംഭവിച്ചു നമ്മൾ വിസ്മയത്തോടെ നോക്കും. ഒരു പ്രീസ്റ്റായിട്ടിരിക്കുക, അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഐക്കണാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെൻറ്റുകൾ തടസ്സമല്ല. നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യാനും ഏറ്റവും മിനിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള അവസരം എല്ലായിടത്തും ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് എക്സ്ട്രാ സമയങ്ങളാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ സമയം കണ്ടത് ഇപ്പം ഇന്നൊരിടത്ത് പ്രസംഗിക്കാൻ പോകുന്നതിന് പകരം ഇതിനു വേണ്ടി സമയം നമ്മൾ മാറ്റി വെക്കും. അതിന് നമ്മൾ പ്ലാൻ ചെയ്യും. ടൈമിൻ്റെ ഉപയോഗം അങ്ങനെ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്തിനും സമയം കിട്ടും. പലപ്പോഴും നമ്മുടെ ഒത്തിരി സമയം നമ്മൾ അലസമായിട്ട് കളയുമ്പോഴാണ് പല കാര്യവും നടക്കാതെ പോകുന്നത്. നമുക്കൊരു ടൈം കോൺഷ്യസ്നസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, സമയത്തെക്കുറിച്ചുള്ള അവബോധം ഉള്ളിലുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്തു പോകാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ രാജകന്യകയാണ്. അതെ അതെ, രാജകന്യകയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? രാജകന്യക എന്ന് പറയുന്നത് ഒരു വേറിട്ട ഒരു പടമാണ്. ഇന്ന് സമൂഹത്തിൽ പല പല രീതിയിലും ഒഴുക്കിനനുസരിച്ച് പടങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഒരവസരത്തിൽ വേറിട്ട ഒന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പടം ഇറക്കിയാൽ വിജയിക്കുമോ എന്നൊക്കെ ചിലർ സംശയിക്കാം.
തനി കൊമേഴ്സ്യലാകുന്നില്ലല്ലോ, അതിൻ്റെ നിലവാരം ആ രീതിയിലല്ലല്ലോ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതും വിജയിപ്പിക്കാൻ പറ്റുമെന്നാണ് ചില സമകാലീന പഠനങ്ങൾ തരുന്ന ഒരു ധൈര്യവും ബോധ്യവും. ഇതിപ്പം രാജകന്യക എന്ന പേര് വന്നാലും ഒരു ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊടുക്കുന്ന തൃപ്തി, അസാന്നിധ്യം കൊടുക്കുന്ന ഇരുട്ട്, അതാണ് ഇതിൻ്റെ ബേസ്. പിന്നെ അതോട് ചേർന്ന് ഒരുപാട് ചെറിയ സ്പാർക്ക് പോലെ ചിന്തിക്കാനും നമുക്ക് തിരുത്താനും തീരുമാനമെടുക്കാനും കഴിയുന്ന ഒരുപാട് കൊച്ചു കൊച്ചു ഭാഗങ്ങൾ ഈ പടത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ മൂല്യം, നന്മ വളർത്താൻ സഹായിക്കുന്ന ഒരു പടമെന്ന രീതിയിൽ വിജയിക്കും. അതുകൊണ്ടാണ് ഇതിനോട് ചേർന്ന് ഞാനും പ്രവർത്തിക്കാൻ കാരണമായത്. അച്ഛൻ്റെ ഒരു പാർട്ട് രാജകന്യകയിൽ അച്ഛൻ്റെ ഒരു പാർട്ട് എങ്ങനെയാണ്? ഞാൻ ഒരു പള്ളിയിലൊരു വികാരിയായിട്ട് ഇരിക്കുന്നു. അപ്പം സിനിമയുടെ എൻഡിൽ ആ കഥയുടെ അവസാനം ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അങ്ങ് തീർക്കും. അതെ, ഒരു ഫാദറായിട്ട് തന്നെ, ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലായിട്ട് തന്നെയാണോ? ആ പേരിലും ഇങ്ങനെ തന്നെയാണ്. അച്ഛനായിട്ട് തന്നെയാണ് അപ്പോൾ ഇതില്. അതെ. അപ്പോൾ സഭയിൽ ഉള്ള ഒരാള് സിനിമയിലേക്ക് വരുമ്പോൾ സഭയുടെ എന്താ പറയാ സപ്പോർട്ട് എങ്ങനെയാണ് അച്ഛാ? നമ്മളെ ചുമ്മാ ഒരു കച്ചവട സിനിമയിൽ പണം മേടിച്ച് അഭിനയിച്ച് ഒരു സ്റ്റാറാകുന്ന രീതി സഭയിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇല്ല. മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വൈദിക രീതിയിൽ ആർക്കും ഒരു എതിരുമില്ല. അതൊരു ധ്യാനപ്രസംഗം പറയുന്ന പോലെ തന്നെയല്ലേ ഈ സിനിമയിലൂടെയും കൊടുക്കുന്ന ഒരു മെസ്സേജ്. നല്ലൊരു മെസ്സേജ് ആണ്. ഇപ്പം നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ഏത് റോൾ, ഇപ്പം ഡാൻസ് കളിക്കുന്നവരോ ഒക്കെ കണ്ടേക്കാം, അതിന് സഭയിൽ ഒരിക്കലും തടസ്സമില്ല. പക്ഷെ നമ്മൾ അതല്ലാണ്ട് നമ്മൾ കല മാത്രം നോക്കി പോവാനാണെങ്കിൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടാവും. അത് പ്രോത്സാഹിപ്പിക്കുകയല്ല. ഇപ്പം ചിലങ്ങനെ പോകാം, ചില സഭയിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പിന്നെ ഇപ്പം ഒരാളുടെ കലാപരിപാടി കാര്യം നടത്തുന്നു, അതിലൂടെ എന്തെങ്കിലും ഈ മൂല്യങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഒന്നും പറയല. ചുമ്മാ കലയ്ക്ക് വേണ്ടി കലയായിട്ട് നടക്കുന്നതിനെ സഭയിൽ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇല്ല. ശരിക്കും അതിൽ ഇപ്പം ഒരാൾ കലയിലോട്ട് പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് അച്ഛൻ്റെ പെർസ്പെക്റ്റീവിൽ ഒന്നുമില്ല. കലയിലേക്ക് പോകുന്നയാളും അടിസ്ഥാന കമ്മിറ്റ്മെന്റ് മറക്കാതിരുന്നാൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് വരുമ്പോഴും ഒരു വൈദികൻ എന്ന രീതിയിൽ എന്നെ നിശ്ചിതമായതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടല്ലേ പോകുന്നുള്ളേ. അത് നിർവഹിക്കാതെ മാറുമ്പം അത് പ്രശ്നമാവും. അത് ബുദ്ധിമുട്ടുള്ള അല്ല, ബുദ്ധിമുട്ടുള്ളത്. ശരിക്കും സിനിമകളൊക്കെ കാണാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇഷ്ടമാണ്. എത്തരത്തിലുള്ള സിനിമകളാണ് കൂടുതൽ ഇഷ്ടം? നല്ല കഥയും കഥയ്ക്കകത്ത് ചിരി ഒരുമിച്ച് വേണം. ചിരി തന്നെ ആയാലും അങ്ങ് അത് പോകും, കഥ തന്നെ ആയാലും മടുക്കും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന പടങ്ങളാണ് ഇഷ്ടം. അച്ഛന്മാര് തിയേറ്ററിൽ പോയിട്ടൊക്കെ സിനിമ കാണാറുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ പോകാറുണ്ട്. ഇഷ്ടമുള്ളവർക്കും പോകാം, അതിനൊന്നും നിബന്ധനകളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം പോലെ. അവസാനമായിട്ട് പോയി കണ്ട സിനിമ ഏതായിരിക്കും? അവസാനം പോയി കണ്ടത് തുടരും. മോഹൻലാലിന്റെ തുടരും ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ ഇഷ്ടമാണ്. അദ്ദേഹം ചില പടമൊക്കെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അത് അഭിനയിക്കേണ്ടായിരുന്നു തോന്നുന്നു ചില റോളുകളിൽ, ചില പടങ്ങൾ. പുതിയ വളരെ ആദരണീയനായ വ്യക്തിയാണ്, അദ്ദേഹത്തിന് പടം ഇഷ്ടമാണ്. നേരിട്ട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ? പിന്നെ അത് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന പടത്തിന്റെ 100ാം ദിവസം വലിയ ആഘോഷം നടക്കുമ്പോൾ മോഹൻലാലും മീനയും ഉണ്ടായിരുന്നു. അവിടെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കും, അല്പസമയം. പിന്നെ മോഹൻലാലിന്റെ ബിഗ് ബോസ് എന്ന പരിപാടി ഉണ്ട്. ബിഗ് ബോസ് ഞാനായിരുന്നു ഒരു ബിഗ് ബോസിന് ഒരു ഈസ്റ്ററിന് ആശംസ പറഞ്ഞു. അതിന്റെ മറുപടി ആയിട്ടും അദ്ദേഹം മീഡിയയിൽ കൂടെ പറഞ്ഞ മറുപടി ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ല മെമ്മറീസ് ഉണ്ട്. ഈ ചിരിയച്ഛൻ എന്നുള്ളൊരു പേര് വന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം എപ്പോഴാണ് അച്ഛൻ അത് ശ്രദ്ധിക്കുന്നത്, ഈ ഒരു പേരും ഇതെങ്ങനെയാണ് ആദ്യം വൈറലായത്? അത് ഫ്ലവേഴ്സ് ചാനലില്ലേ, സുമി സുരേഷ്, അപ്പം ഞങ്ങൾ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പല ആൾക്കാർ ചിരിച്ചു. അന്ന് മുതലാണ് ആദ്യത്തെ പേര് അവിടെ നിന്നാണ് വീഴുന്നത്, ചിരിപ്പിക്കുന്ന അച്ഛൻ, ചിരിയച്ഛൻ എന്നുള്ള പേര്. പിന്നെ ആൾക്കാർ നമ്മൾ പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും ചേർത്ത് പറയാൻ തുടങ്ങി. അങ്ങനെ അത് പേരായിട്ട് വരുമായിരുന്നു. ഈ നമ്മുടെ സെമിനാരിയിൽ പഠിക്കുന്ന സമയം മുതലേ അച്ഛൻ ഇതുപോലെ ഒരു തമാശ നർമ്മം നിറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അത് പെട്ടെന്ന് പിന്നീട് ഒരു ഘട്ടത്തിലാണോ ഈ ഒരു ചിരിയും കളിയൊക്കെ വന്നത്? അല്ലാതെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ കഥാപ്രസംഗം, മിമിക്രി, അന്ന് മോണായിച്ച് ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സെമിനാരി പ്രസംഗമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ആ രീതിയിൽ അല്പം പരിധമൊക്കെ ചേർത്ത് പ്രസംഗിക്കുന്ന രീതിയായി. അച്ഛനായി കഴിഞ്ഞ് അതതിൻ്റെ കുറച്ചുകൂടെ അങ്ങ് പൂർണ്ണതയിലേക്ക് വന്നു. ആരംഭകാലം മുതലേ ഉണ്ട്. എൻ്റെ അമ്മ ഒരുപാട് ഫലിതം പറയുമായിരുന്നു.
ആ ആ ഒരു ട്രെൻഡ് എന്നിലേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ പറയുന്ന കഥകളൊക്കെ അച്ഛൻ തിരിച്ച് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് ഓ ഇല്ല, അത് നമുക്ക് പറയാം, ഒക്കെ പഴയ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറ്റില്ല. ചുമ്മാ അമ്മ അങ്ങനെ ഒരു കഥയല്ല, ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കുന്ന രീതി, അതിൽ തമാശ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതി ഞാനും പഠിച്ചു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നർമ്മം കലർത്തി ഇപ്പം നമ്മളൊരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് ആളുകൾ കൂടുതൽ പെട്ടെന്ന് നന്നായി സ്വീകരിക്കുന്നതായിട്ട് അച്ഛന് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത് നീണ്ട മണിക്കൂറുകൾ മടുക്കാതെ ഇരിക്കും. രണ്ട്, പറയുന്ന ഉള്ളിൽ പതിയും. പിന്നീട് ആ ഫലിതം ഓർക്കുമ്പം അതിനോട് ചേർത്ത് വെച്ച കാര്യം എന്താണെന്ന് ചിന്തിക്കും ആ രീതി. പിന്നെ ഈ ചിരി വലിയവരെയും ചെറിയവരെയും സമന്മാരാകും. ഇപ്പം സിനിമയിൽ ഫലിതം കാണുമ്പോൾ ഓ കളക്ടറാണല്ലോ ചിരിക്കാൻ പാടില്ല, പീവണ ചിരിച്ചാലോ, എല്ലാവരെയും ചിരി എല്ലാവരെയും തുല്യരാക്കും, എല്ലാവർക്കും ഒരുപോലെ യെസ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചിലപ്പം ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാത്തൊരു സാധനം ഈ നർമ്മത്തിലൂടെ പറയുമ്പോഴേക്ക് അങ്ങനെ അച്ഛൻ്റെ ഒരു സ്പീച്ചിൽ ഏറ്റവും സിമ്പിളായിട്ട് അച്ഛൻ പല സബ്ജക്റ്റുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അത് ആളുകൾ ഡയറക്റ്റ് പറയുന്നതിന് പകരം കുറച്ചുകൂടെ നർമ്മം കലർത്തി അങ്ങനെ അച്ഛൻ ഒരുപാട് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ വരുന്നതാണോ? വളരെ നമ്മളത് വായനയുണ്ട്, എനിക്ക് നല്ല വായനയുണ്ട്. അപ്പം അങ്ങനെ വായിക്കുമ്പം കിട്ടുന്നത് മനസ്സിൽ കിടക്കും. അത് പിന്നീട് ഓരോ സമയത്ത് കൃത്യം അത് നാവിൽ വരും, അതങ്ങനെ ചേർത്ത് പറഞ്ഞു പോകുന്നതാണ്. ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മളിപ്പം ഒരു കാര്യം പറയുന്ന സമയത്ത് ഇപ്പം അച്ഛൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം ക്യാപ്ഷനുകളിലൂടെയും അല്ലെങ്കിൽ പകുതി കട്ടുകളിലൂടെയൊക്കെ വളച്ചൊടിക്കുന്നതായിട്ടൊക്കെ പലരുടെയും സ്പീച്ചുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അങ്ങനെ വളച്ചൊടിക്കുന്നു പല പ്രാവശ്യം. പക്ഷെ ഞാനെന്നാലും അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഭയവുമില്ല. കാരണം അത് പറഞ്ഞത് മൊത്തം കേൾക്കുന്നവർക്കറിയാം എന്നാണ്. അറ്റവും മുറിയും പറയുന്നത് അത് കേട്ടു പോട്ടെ, ആഗ്രഹിക്കുന്നതിന് ബാക്കി നോക്കും എന്നാണ്. അപ്പം കൃത്യ അതിനകത്ത് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഭയപ്പെട്ട് തുടങ്ങി നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പറയാനുള്ളത് നമ്മൾ പറയണം, ശ്രദ്ധിച്ച് പറയണം. ചിലയിടത്തിൽ പറഞ്ഞാൽ അത് പറഞ്ഞോട്ടെ, അതിൻ്റെ ബാക്കി കേൾക്കേണ്ടവർ കേട്ടിട്ട് തീരുമാനിച്ചോട്ടെ. ആ ധൈര്യം ഉണ്ടെങ്കിലേ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. ആ ധൈര്യം അച്ഛനായിട്ട് അച്ഛൻ ഉണ്ടാക്കിയെടുത്ത ധൈര്യമാണ്. തുടക്ക സമയത്തൊക്കെ ഇതൊക്കെ കാണുമ്പോഴേക്ക് അച്ഛൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ ഇതേപോലെ എന്തെങ്കിലും നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ചിന്തിക്കാത്ത പോലെ വളച്ചൊടിക്കുന്നത് കാണുമ്പോഴേക്ക്? അത് ആദ്യകാലങ്ങളിൽ ആരും പറഞ്ഞിരുന്നില്ല. ഞാൻ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് കമൻറ്റ് പറഞ്ഞു തുടങ്ങിയത്. ഓൾറെഡി നമ്മൾ അതിനപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. കാരണം ജനകീയ പിന്തുണയും ഒത്തിരി നമുക്കറിയാമല്ലോ. 10 പേര് പറയുമ്പം 10 ലക്ഷം പേര് കാണും നമുക്ക് കൂട്ട്. ആ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു ബലമാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ ആ തുടക്കമൊന്നും പറയുന്നില്ലായിരുന്നു എന്ന്. നമ്മൾ പലരിലും കണ്ടുവരുന്നൊരു കാര്യമാണ്, ഒരാൾ തുടക്ക സമയത്ത് നല്ലോണം സപ്പോർട്ട് ചെയ്ത് ആ ആൾ കുറച്ചുകൂടെ വളർന്ന് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്ക് ഇത് ഈ പറയുന്ന പോലെ എവിടെ നിന്നൊക്കെയോ കുറച്ച് നെഗറ്റീവ്സ് വരുന്നതായിട്ട്. അതെന്തുകൊണ്ടായിരിക്കും? അതൊന്ന് അസൂയയിൽ നിന്ന് വരാം. ഇപ്പം അങ്ങനെ ഒരാൾ പൊങ്ങണ്ട, അല്ലെ അവളല്ല അവൻ അങ്ങനെ ഉയരണ്ട, അസൂയയിൽ നിന്ന് വരാം. 2, വേറിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങും. ഒരാളെ തന്നെ പൊക്കി പിടിക്കണ്ടല്ലോ, നമുക്കൊന്ന് മാറ്റി പറഞ്ഞാൽ എന്താ. 3, നല്ല ആൾക്കാരെക്കുറിച്ച് കമൻ്റ് ഇട്ടാൽ വായിക്കും. ആ വായന വഴി എഴുതുന്നയാളും അല്പം പേരെടുക്കും. അങ്ങനെയൊക്കെയുള്ള പല തന്ത്രങ്ങളുണ്ട്. ഇപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഈ മേഖലയെ ബന്ധപ്പെട്ടോ? അതെ, ഒരിക്കലും ഇല്ല. അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് പേര് മനസ്സ് അസ്വസ്ഥമാവുന്ന സമയത്ത് കൗൺസിലിങ്സിന് വരാറുണ്ടായിരിക്കും. അപ്പോൾ അച്ഛന്മാർ, നമ്മളും മനുഷ്യരാണ്, ലോ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഇത് അച്ഛൻ ആരെയാണ് സമീപിക്കാറ്? ഞങ്ങളുടെയൊക്കെ സഭയിൽ തന്നെ പ്രായമുള്ള ആത്മീയ ഗുരുക്കന്മാരുണ്ട്. അവരോട് ഷെയർ ചെയ്യും, വർത്തമാനം പറയും. പിന്നെ നല്ല സ്നേഹിതരുണ്ട്, അവരോട് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളങ്ങ് ബാലൻസ് ചെയ്ത് കടന്നു പോകും. അതെല്ലാം അങ്ങനെ ബാലൻസ് പരിഹരിച്ചു. അപ്പോൾ ഇങ്ങനെ ലോ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു സമയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ നമുക്ക് അവരെ നമ്മൾ ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? നമ്മളത് ഇവർ വന്നതിൻ്റെ ഉദ്ദേശം ഓർക്കുകയെ വേറൊരു മാർഗ്ഗം ഇല്ലാഞ്ഞിട്ടല്ലേ വരുന്നത്. അതെ. അപ്പം നമ്മൾ ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റായ ഡോക്ടറും പ്രമേഹങ്ങൾക്ക് മരുന്ന് കൊടുക്കുമല്ലോ, അതെ അല്ലേ? അതെ. എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മുടെ ബുദ്ധിമുട്ടിലേക്ക് വേണ്ടി നമ്മൾ പരിഹാരം തേടി പോകും. ചിലപ്പോൾ നമ്മൾ
നല്ല മൂഡ് അല്ലെങ്കിൽ പിന്നെ ആട്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കും. ഒട്ടും പറയാനുള്ള ഇതില്ലെങ്കിൽ ആ അങ്ങനെ കാത്ത് നിന്ന് വീണ്ടും വരുന്ന ആളുകളുണ്ട്. എത്ര പ്രാവശ്യം വിളിച്ചാലും അങ്ങനെ വീണ്ടും വീണ്ടും സ്ഥിരമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു പോകുന്നവരും ഉണ്ടായിരിക്കും. അച്ഛന് ഇപ്പം യാത്രകളൊക്കെ ഇഷ്ടമുള്ള ആളാണോ? ഒരുപാട് ഒരുപാട് യാത്രകൾ. അതിൽ എത്തരത്തിലുള്ള യാത്രകൾ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണോ? ചിലത്തൊക്കെ കൂട്ടായിട്ട്. വിദേശത്തെല്ലാം ഒറ്റയ്ക്കാണല്ലോ പോകേണ്ടത്. അതെ, ഒരാളെയല്ലേ അവർ കൊണ്ടുപോകുള്ളൂ. നമ്മളൊക്കെ പോകും. പിന്നെ എല്ലാ രാജ്യങ്ങളും കാണാം, സംസ്കാരം കാണാം, ജനതകളെ കാണാം. അതിനപ്പുറത്ത് ലോകമില്ലല്ലോ. അതെ, എല്ലാം ഒന്ന് കണ്ടു പോരും. ഇതുവരെ പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇപ്പോഴും എത്ര തവണ പോയാലും മടുപ്പില്ലാത്തൊരു സ്ഥലം ഏതായിരിക്കും? അത് ന്യൂസിലൻഡും സ്വിറ്റ്സർലൻഡും. കാരണം പ്രകൃതി ഭംഗി. അതുപോലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഫ്രാൻസിൽ ചെന്ന് കഴിഞ്ഞാലും ഇറ്റലി ചെന്നാലും ജർമ്മനി, എല്ലാ രാജ്യങ്ങളും UK സുന്ദരമായ സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ സിറ്റി മാത്രം കാണുമ്പോഴാണ് മൊത്തം കണ്ടു കഴിയുമ്പോൾ. എന്നാൽ ന്യൂസിലൻഡും സ്വിറ്റ്സർലൻഡും കൂടുതലായിട്ട് മനസ്സിലുണ്ട് പ്രകൃതി ഭംഗി. നമ്മൾ അധികം ഈ പറയുന്ന പോലെ ടൂറിസ്റ്റുകൾ പോകാത്ത സ്ഥലങ്ങളൊക്കെ അച്ഛൻ ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഉൾഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കാറുണ്ടോ? അവിടെ ഏതെങ്കിലും പ്രോഗ്രാമിന് അവിടെ പോയാൽ പ്രീതിയം കിട്ടിയാൽ ആൾക്കാർ കൊണ്ടുപോകുമല്ലോ. അല്ലാണ്ട് ഒരു ടൂറിസ്റ്റായിട്ട് കാണാൻ വേണ്ടി ഒരിക്കലും പോകാൻ പറ്റിയല്ല. സഭയിലും അതില്ല. എന്തെങ്കിലും നമ്മുടെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോക്കിൽ കാണും. അപ്പോൾ ഈ ന്യൂസിലൻഡിൽ ഈ പ്രകൃതി ഭംഗിയുടെ കാര്യം പറഞ്ഞു. അവിടുന്ന് അച്ഛന് കിട്ടിയ ഏറ്റവും ഇപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അവിടുത്തെ തോട്ടങ്ങളാണ്. ഈ പഴത്തോട്ടങ്ങളെ, കിവി ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങളുണ്ട്. അതിങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ളത് ഇങ്ങനെ കിടക്കുന്നു, വിളഞ്ഞു കിടക്കുന്നു. അത് ആവശ്യം പോലെ നമുക്ക് അവിടെ നിന്ന് പറിച്ച് തിന്നാം. അപ്പം അങ്ങനെയൊക്കെ അത് കഴിച്ചിരുന്നാലോ അപ്പോൾ ഒരു ചെറിയ കാറ്റും ഒരു മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മ. പിന്നെ മനോഹരമായ പുൽത്തകിടികൾ, നിറഞ്ഞ് പുല്ലുകൾ ഇങ്ങനെ കിടക്കുന്നു. ആ പുല്ലൊക്കെ നമ്മുടെ നാട്ടിലെ എരുമ കണ്ട ബോധം കിട്ടും പോലെ കിടക്കും. നല്ല പച്ച പുല്ല്, നല്ല കിളുന്ന സാധനം. അതെ. അപ്പോൾ അവിടുത്തെ ഇതേപോലെയുള്ള സംഭവങ്ങൾ കണ്ട് നമ്മുടെ നാട്ടിൽ അതുപോലെ വേണം, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിയ കാര്യങ്ങളുണ്ടോ? അതിപ്പോൾ നമ്മളെപ്പോഴും പറയും ഏറ്റവും സുന്ദരം കേരളം എന്നൊക്കെ. ചുമ്മാ അധികം ലോകം കാണാത്തവർ പറയുന്നത്. ഇവിടെ സുന്ദരമാണെങ്കിലും വികൃതമാണ്, വൃത്തിയില്ല, മേനയില്ല. നമ്മൾ വിദേശത്തൊക്കെ കാണും തടാകങ്ങളും ഒക്കെ. പിന്നെ ഇവിടെയുള്ളത് മലയും ഇടനാടും തീരപ്രദേശവും അടുത്തടുത്തുണ്ട്. അപ്പം അതിൻ്റേതായൊരു ഭംഗി എന്നല്ലെങ്കിൽ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ദൈവം പ്രകൃതിക്ക് ഭംഗി തന്നു, പക്ഷേ തന്നതിനേക്കാൾ കൂടുതൽ ഭംഗി മറ്റുള്ള രാജ്യങ്ങളിൽ ആൾക്കാർ വരുത്തുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ഇവിടെയും ഇതിനും അടിപൊളിയാവുമായിരിക്കും. മറ്റു രാജ്യങ്ങളെക്കാൾ ഭംഗിയെല്ലാം ഉണ്ട്, ചെയ്യുന്നില്ലല്ലോ. മറ്റു രാജ്യങ്ങളുമായിട്ട് സാമ്യമുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ അച്ഛന് തോന്നിയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഈ പ്രകൃതി ഭംഗി നല്ലോണം വെച്ച് കഴിഞ്ഞാൽ അതിലും ഭംഗിയായിരിക്കും എന്ന് അച്ഛന് തോന്നിയിട്ടുള്ള സ്ഥലങ്ങൾ? നമ്മുടെ എല്ലാ ബീച്ചുകളും, എല്ലാ ബീച്ചുകളും, അതുപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ബോട്ട് സർവീസൊക്കെ ഉള്ള കേന്ദ്രങ്ങൾ, ഹിൽ ടോപ്പിലുള്ള ടൂറിസ്റ്റ് സെൻ്ററുകൾ, ഇതൊക്കെ നമുക്ക് മനോഹരമാക്കാൻ പറ്റും. അതാക്കുന്നില്ല. നമ്മുടെ ഈ ഇവിടുത്തെ ബീച്ചുകളിലൊക്കെ ഇതേപോലെ നമ്മൾ തന്നെയാണ് കൊണ്ടിടുന്നത്. ഈ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു തള്ളുന്നു. ഇപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിലാണെങ്കിൽ പോലും ഇങ്ങനെ ആളുകൾ കൊണ്ടിടുന്നു. നമ്മുടെ ഓരോ ക്യാമ്പയിൻസ് ആയിട്ട് വന്ന് അതിന് നീക്കുന്നതും കാണാം, വീണ്ടും വന്ന് അടിയുന്നതും കാണാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വിഷമം തോന്നാറുണ്ട്. ഇങ്ങനെ അത് ഈ നഴ്സറി ക്ലാസ് മുതലേ പരിശീലിപ്പിക്കണം. കതിരയിലെ വളം വെച്ചിട്ട് കാര്യമില്ല. യൂറോപ്പിലോ വിദേശ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഒരു മിഠായി കടലാസ് ഉണ്ട്, അത് കൊണ്ടുപോയി വേസ്റ്റ് കൊണ്ട് കുത്തി വിടും. ഒരു പടന്നെടുത്ത് തൊലി അതുപോലെ ഇടും. നമ്മളെല്ലാം വലിച്ചെറിയും. ഇവിടെ പക്ഷെ പ്രോപ്പറായിട്ട് വേസ്റ്റ് ബിൻസും അങ്ങനെ വെച്ചിട്ടില്ലല്ലോ. ഉണ്ടേ തന്നെ ആൾക്കാരെ ശ്രദ്ധിക്കത്തുമില്ല. ചില ടൂറിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഗതികേടിന് പബ്ലിക് റോഡ് എന്നതിൻ്റെ മലയാള തർജ്ജമ പൊതു നിരത്തുന്നതാണ്. ആൾക്കാർ ധരിച്ചത് പൊതുവായ സാധനം മൊത്തം നിരത്താനുള്ള സ്ഥലം. അതാണ് ഏറ്റവും വലിയ അപകടം. അതിന് കൊച്ചു ക്ലാസ് മുതലേ പരിശീലിപ്പിച്ച് ചെയ്യണം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്ട്സിൽ ഒരു പീരീഡ് ആയിട്ട് വെക്കണം അല്ലേ? ബേസിക് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. ചെറിയ മാറ്റവും വരുന്നുണ്ടായിരിക്കും പൊതുവിൽ. ആ ഒരു സംഭവം കൂടെ അച്ഛൻ്റെ കുട്ടികൾക്ക് അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ടോ? സഭയിലെ കുട്ടികൾക്ക് അതുപോലെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ അവരോടൊക്കെ പറയാറുണ്ട്. നമ്മൾ വൃത്തി ശുദ്ധി മുറിക്കകത്തും ചുറ്റുപാടുകളും സൂക്ഷിക്കണം. അതും
ദൈവീകതയുടെ ഒരു ഭാഗമാണ് വിശുദ്ധിയും വൃത്തിയും. നമ്മൾ ഈ വൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ പഴയ ആളുകളൊക്കെ പറഞ്ഞ് കേൾക്കാം. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിലാണെങ്കിൽ പോലും പാത്രങ്ങളായാലും ഒന്ന് വലിച്ചു വാരിയിട്ട് അഴുക്ക് പാത്രങ്ങളൊന്നും ഇട്ടിട്ട് കിടക്കരുത്, ഐശ്വര്യം ഉണ്ടാവില്ല. ഇതിലൊക്കെ സത്യമുണ്ടോ? പക്ഷേ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റിയല്ല. എങ്കിലും വൃത്തിയില്ലേ ഒരു പൈശാചികതയാണ്. കാരണം വൃത്തിയില്ലാത്തതിരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നിയാൽ, വൃത്തിയില്ലാത്ത മുന്നിൽ നിന്ന് പഠിക്കാൻ തോന്നിയാൽ, സംസാരിക്കാൻ തോന്നിയാൽ അന്തരീക്ഷം മലിനമാവുമല്ലോ. അപ്പോഴാണ് നല്ല ദിവസം നീറ്റാണ് നമുക്ക് കുറെ കൂടി ഒന്ന് പറയാനും ചിന്തിക്കാനും ഒക്കെ നമുക്ക് പറ്റും. അതുപോലെ മനസ്സും ശുദ്ധമായിട്ടിരിക്കുമായിരിക്കും. നമ്മൾ പറയുന്നു, ഭാരതീയ പരമത്തിൽ പറയും, പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി, പാചകശുദ്ധി. ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ വൃത്തി, പദാർത്ഥത്തിന്റെ വൃത്തി, കുടിക്കുന്ന എന്തും ഓരോന്നും ഉണ്ടാക്കുന്ന ഐറ്റങ്ങൾ. അതുപോലെ പാചകശുദ്ധി, ദേഹത്ത് വൃത്തി വേണം. കുക്ക് ചെയ്യുന്ന ദേഹത്തെ ആ 3 വൃത്തിയും വേണം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് പേര് ഈ കൗൺസിലിങ്ങിനും ഒക്കെ വരുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് വരുന്നവർ കാണുമല്ലോ. അപ്പോൾ ഏതൊരു ചെറിയ പ്രശ്നമാണെങ്കിലും നമ്മളിപ്പോൾ ചില ആളുകളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറയുമ്പോൾ ചില ആളുകൾ പറയുന്നേക്കാം, നിങ്ങളുടെ കാര്യം ഇപ്പോൾ ഇത്രയൊക്കെയല്ലേ ഉള്ളല്ലോ, നമ്മൾ ഇതിലും വലുതൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിട്ട് വരുന്നവരെ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുന്ന പലരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോട് അച്ഛൻ എന്താ പറയാനുള്ളത്? ഒരാൾക്ക് അയാളുടെ പ്രശ്നം എത്രത്തോളമാണെന്ന് അയാൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്നവരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? ആര് വന്നാലും അവരെ കേൾക്കും, അവർക്ക് ആവശ്യമായ ഉപദേശം കൊടുക്കും, പങ്കുവയ്ക്കുന്നത് നടത്തും. അതിൻ്റെ മുഴുപ്പോ ചെറുപ്പോ ഒന്നും നോക്കൂല. കാരണം വരുന്നവർക്ക് പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതവർക്ക് വേദനിപ്പിക്കുന്ന പ്രശ്നമായിരിക്കുമല്ലോ. ആ രീതി ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്തായിരിക്കും? ശ്രദ്ധ, ക്ഷമാപൂർവമായ ശ്രദ്ധ. അത് ഒന്നും പറഞ്ഞില്ലേ പോലും കുറെ കേട്ട് കഴിയുമ്പോൾ തന്നെ വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ എല്ലാവരും അങ്ങനെ ശ്രദ്ധയുള്ളവർ തന്നെയാണോ? ചെയ്യണം, ആയിരിക്കണം. ബേസിക് ക്വാളിറ്റി ആണല്ലോ. അതെ 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 അതെ. അച്ഛന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും കൂടുതൽ സമയം അവരെ ശാന്തരായിട്ടാണ് കാണുന്നത്. ഇപ്പം പക്ഷെ മനുഷ്യരാണ്. എപ്പോഴെങ്കിലും ദേഷ്യം വരാറുണ്ടോ? അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യാറ്? നമ്മളൊരു മര്യാദയില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ ദേഷ്യം വരാം, ചില രീതി വരുമ്പോൾ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആളോട് ആ സമയത്ത് തന്നെ നമ്മൾ മര്യാദയ്ക്ക് അതിൻ്റെ മറുപടി പറയും. ദേഷ്യത്തെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും? ദേഷ്യം വരുമ്പോൾ ഒന്ന് നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദേഷ്യം വരുമ്പം മൗനം പാലിച്ച് മാറിപ്പോവുക, അതേ ഉള്ളൂ. എന്നുവെച്ചാൽ അല്പം ശാന്തമായി കഴിയുമ്പോൾ വരിക. അപ്പം നമ്മൾ ഒരു ബക്കറ്റ് നിറയെ കലക്ക വെള്ളം എടുക്കുമ്പോൾ വെള്ളം കലങ്ങി കിടക്കും. അതിൻ്റെ എക്കലൊക്കെ അടിഞ്ഞു കഴിയുമ്പം വെള്ളം കണ്ണാടി പോലെ ഇതുപോലെ കോപവും. കോപിക്കുമ്പം കലക്ക വെള്ളം പോലെ കുറച്ച് ശാന്തമായി ഇരുന്ന് വല്ലതും വായിച്ചോ അല്ലെങ്കിൽ TV കണ്ടോ ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ അതങ്ങ് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് മനസ്സിൽ തെളിയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കിനും തെളിച്ചോ. കലങ്ങുമ്പം പറയുന്ന വാക്കും കലക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് പറഞ്ഞപ്പോഴും ഓർത്തത്, പലരും പറയാറുണ്ട് നമ്മൾ അത്ര ദേഷ്യം വന്നിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം വന്നിരിക്കുമ്പോഴായാലും നമ്മളൊരു തീരുമാനം എടുക്കരുതെന്ന്. അച്ഛന് അത് കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നൊരു സംഭവം? അതൊരു കുടുംബജീവിതത്തിൻ്റെ 3 തിയറികളാണ്. ഒന്ന്, കോപം വരുമ്പോൾ സംസാരിക്കരുത്. 2, നിരാശ വരുമ്പോൾ തീരുമാനം എടുക്കരുത്. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. അത് 3 പോളിസികളാണ്. അതെന്താ അത് ഡിഫൈൻ ചെയ്യുന്നത് കൂടുതലായിട്ട്? അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഓരോന്നിലും ഇപ്പം വാഗ്ദാനം കൊടുത്തിട്ട് പാലിച്ചില്ലേ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതെ. നിരാശയോടെ തീരുമാനം എടുത്താൽ പിന്നെ തകരും. വായിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റിയല്ലോ. പറയുന്ന വാക്കും ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ കുടുംബജീവിതത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈയിടെ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ ന്യൂസൊക്കെ കണ്ടിരുന്നു. അതിപ്പം ഒന്ന് ചിലരൊന്നും മനബലമില്ലാത്തത് ചെയ്യും, ഒന്ന് പിന്നെ ക്രൂരത കൊണ്ട് സഹിക്കാൻ മേലാതെ ചെയ്യും. പല കാറ്റഗറി ഉണ്ടല്ലോ. അതെ. ചിലൊന്നും ചെയ്യേണ്ടവരല്ല, നല്ല പഠിത്തവും അറിവും ഒക്കെ ഉള്ളവരെ വേറെ എന്തെല്ലാം സാഹചര്യങ്ങളോട് രക്ഷപ്പെട്ടു പോവേ ആത്മഹത്യ. അത് അങ്ങനെ അതൊരു അതിൻ്റെ ഒരു ന്യായീകരണമൊന്നുമില്ല. ചിലർക്ക് ഒട്ടും സഹിക്കാൻ മേല. അപ്പം പല രീതിയിലാണ്. അപ്പോൾ ഒന്ന് ഓരോരുത്തരും അന്നൻ്റെ റേഞ്ചിലൊക്കെ ചെയ്തു പോകും.
ഈ പറയുന്ന പോലെ സ്ത്രീധനത്തിൻ്റെ പേരിലും Yeah. അങ്ങനെ ഒരുപാട് രീതികളിൽ ഇവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്നാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുറവാണ്, തെറ്റാണ്, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പല പേരൻസും അത് വിചാരിച്ചാണല്ലോ ഈ കുട്ടികളെ തിരിച്ച് വീട്ടിലോട്ട് വിളിക്കാത്തത് തന്നെ. അങ്ങനെ ഒരു എന്താണ് വോട്ട് നെക്സ്റ്റ് എന്നറിയാതെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നത് തെറ്റാണോ? അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ചാണ് ഇതിനു വേണ്ടിയാണ് ഇത് പോകുന്നതെന്നുള്ളതാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ, ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആരും സെക്കൻഡ് ക്വാളിറ്റി ആയി, വിലയില്ല. ഡിവോഴ്സ് കഴിഞ്ഞു ഇപ്പോൾ ഒരു പെണ്ണിനെ പിന്നെ എല്ലാവരും വേറെ കണ്ണോടെ അവളെ നോക്കുകയുള്ളൂ, അവിടെ വില പോയി. ആണാണ് അവൻ്റെയും വില പോയി, രണ്ടാം കല്യാണമായി. നമുക്ക് എത്രയോ കേസാണ് വരുന്നത്. പലരും പറയും ദേശവും പഴയത് സഹിച്ചൊക്കെ നിന്നാൽ മതിയായിരുന്നു. കാരണം പടം മേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തവും കൊളുത്തി പടം. അതാണ് ഈ പ്രശ്നം. പക്ഷേ ഈ രണ്ടാം ക്വാളിറ്റി ആണെന്ന് പറയുന്നതും അത് ആളുകളുടെ ഇടയിലൊരു തെറ്റായ മനോഭാവമല്ലേ? അല്ല, അത് കെട്ടുന്ന പുരുഷനെ തോന്നല, രണ്ടാമത് കെട്ടുന്ന ആൾക്ക്, കെട്ടിക്കുന്ന പെണ്ണിനും അതെ. അപ്പോൾ അത് സമൂഹത്തിൽ വലിയ പ്രശ്നം അതിനകത്തുണ്ട്. പിന്നെ ജീവിക്കാൻ വരെങ്കിൽ കെട്ടിപ്പോവുക, അല്ലാതെ നമ്മുടെ ശരിക്കും. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതല്ലേ? അല്ല, അങ്ങനെ മാറ്റം വരുന്നത് ഒരു ചെയ്യുന്നവർ തീരുമാനിക്കണം, മാറ്റണം വേണ്ടിയുണ്ട്. അത് അച്ഛന്മാർ പറയേണ്ടതല്ലല്ലോ. അത് അവനവൻ്റെ ജീവിതത്തിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അല്ല, പറഞ്ഞു കൊടുക്കും, ഒരുമിച്ച് നിൽക്കാൻ പറയും, മാർഗമില്ല നിങ്ങളുടെ വഴി, പിരിയാൻ ഒരിക്കലും പറയാൻ. പിന്നെ പിരി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവരനുഭവിച്ചോളും. നല്ല മോശമാണ്. അപ്പം അതിനകത്തൊരു തിയറിയായിട്ട് ആർക്കും ഒന്നും പഠിപ്പിക്കാൻ പറ്റുമല്ലോ ആ ഒരു കാര്യത്തിൽ. അത് ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമായ ചോയ്സാണ്. നമുക്കതിനകത്ത് പറയാനുള്ള അവകാശമില്ല. അങ്ങനെ ആളുടെ അവസ്ഥയല്ലല്ലോ നമ്മുടെ മാനസികാവസ്ഥയെ. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതി വന്നു പോകുന്നതല്ലേ. ആരും പിരിയാൻ വേണ്ടി കെട്ടിയതല്ലല്ലോ, സാഹചര്യങ്ങൾ വരുന്നതല്ലേ. പിന്നെ അത് അവർ തന്നെ ഫേസ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് കൊടുത്ത് കൂടെ നിൽക്കാമെന്ന്. സൗഹൃദങ്ങൾ, അച്ഛൻ്റെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? എനിക്കങ്ങനെ എല്ലാവരും സകലരും, പ്രത്യേകിച്ച് നല്ല വായനയുള്ളവരോട് നല്ല സൗഹൃദമുണ്ട്, അറിവുള്ളവരോട് സൗഹൃദമുണ്ട്, പിന്നെ എല്ലാവരോടും. കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാർ അങ്ങനെ നിലനിന്ന് പോകുന്ന ഇഷ്ടം പോലെ 10-60 വർഷമായിട്ടുള്ളവർ, കുട്ടിക്കാലം 2-3 വയസ്സുള്ള കാലത്ത് ഒരുമിച്ച് പഠിച്ചവരും ഇപ്പോഴും ഉണ്ട്. കോളേജിലൊക്കെ പിരിഞ്ഞിട്ട് തന്നെ 40 വർഷം കഴിഞ്ഞു. എന്നാലും അന്നുള്ളവരെല്ലാം ഇന്നും നമ്മുടെ മനസ്സിൽ ആൾക്കാരുണ്ട്. ഈ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചുരുക്കം പേർക്കേ അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് ഉണ്ടാകും. എങ്ങനെയാണ് ഇതപ്പോൾ സ്ഥിരമായി ഇവരുമായിട്ടുള്ളൊരു കോണ്ടാക്ട് നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമുക്ക് പലപ്പോഴും അവരെ കാണാൻ പറ്റുമേ. ഇങ്ങനെ ധ്യാനിപ്പിക്കാനൊക്കെ ചെല്ലുമ്പോഴേ പല സ്ഥലങ്ങളിലും കാണുകയും വർത്താനം പറയുകയും, അപ്പം അങ്ങനെയുള്ളൊരു ബന്ധം ആ തലത്തിൽ എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് കാണാൻ പറ്റുന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ബലം. കാണുന്നു, കണ്ടു മിണ്ടാൻ പറ്റുന്നു, അതാണ് അതിൻ്റെ ഒരു ബലം. രാജകന്യക മൂവി, അപ്പോൾ ഇതിന് ശേഷം ഇനിയും അച്ഛൻ ഇതുപോലെയുള്ള നല്ല കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുമോ? ഇതുപോലെ ഒത്തുവരുന്നതാണെന്ന് ഒരു കേട്ടോ. ആൾക്കാർക്ക് ഒരു ഉപകാരമുണ്ട്, അത് നന്മയാണെന്ന് തോന്നിയാൽ വന്നാൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് തീർത്തു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നന്മയുടെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്മ എങ്ങനെയൊക്കെ നമുക്ക്? നന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നവൻ്റെ മനസ്സിന് ഒരു സന്തോഷവും സ്വീകരിക്കുന്നവർക്കും ഒരു സന്തോഷവും. നന്മ അത് വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും. ചെയ്യുന്നവന് സുഖവും ചുറ്റുമുള്ളവർക്ക് മുറിവുമാണെങ്കിൽ അത് തന്നെ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ കൂടെ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാ നന്മകളും. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.